ഹലോ നമസ്കാരം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ രേണുസുധിയുടെ മകൻ കിച്ചു ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അവന്റെ ലൈഫ് സ്റ്റോറിയെ പറ്റി പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ എല്ലാവരും പോയി കണ്ടു കാണും. അപ്പൊ ഞാൻ അതില് വീഡിയോസ് ഓരോ പാർട്ടായിട്ട് എടുത്തെടുത്ത് സംസാരിക്കുന്നില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണിക്കും. അല്ലാതെ എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ വീഡിയോയും കൂടി കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിക്കാത്തത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ആത്മഹത്യ ചെയ്യാൻ കാരണങ്ങൾ ഉണ്ടായിട്ടും ലഹരിക്ക് അടിമപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോയിട്ട് തിരിച്ച് അവൻ തന്നെ തിരിച്ചറിവോടുകൂടി തിരിച്ചു വന്ന് ഇന്നും അവൻ ഈ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, മനധൈര്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയോട് ഒന്നും പറയാനില്ല. മോനെ, ബിഗ് സല്യൂട്ട്. ഇതിനപ്പുറം എനിക്ക് പറയാനില്ല. പിന്നെ ഈ കുട്ടി പറയുന്നുണ്ട് ഇവൻ ഇൻട്രോവർട്ടാണ്, ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവനെ ബന്ധപ്പെടുക. അവനെ ഒരു കൗൺസിലിങ്ങിന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോവുക. കാര്യം ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അവന് ഒരുപാട് കാര്യങ്ങൾ അവന് തുറന്നു പറയാനുണ്ട്. അപ്പൊ അവൻ അത്രയ്ക്കും ബുദ്ധിമുട്ടി അവൻ ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് അവൻ ഇത് വന്ന് പറഞ്ഞത്. അപ്പൊ അവൻ ഒരു ട്രോമയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അവൻ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ അത് അവൻ അറിയുന്നില്ല. അവൻ അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല. അത് അവൻ തന്നെ ചില ഘട്ടങ്ങളിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ആ കുട്ടിയുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ആ കുട്ടിയെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് രേണുവിൻ്റെ അടുത്താണ്. പെണ്ണുപിള്ളെ, ഇനി പ്രഹസനമായിട്ട് നീ ദയവ് ചെയ്ത് വരരുത്. നിന്നെ വാരി കൂട്ടിയിട്ട് നിന്നെ ആൾക്കാർ പൊറിഞ്ചാൻ റോഡും. ഒരു ലിമിറ്റും ഇനി കാണത്തില്ല. കാര്യം ഇവളുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു കിച്ചു സപ്പോർട്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഇവളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സുധിച്ചേട്ടനൊപ്പം തന്നെ ഇവളെ കൂടെ കൂടിയ ഒരു വ്യക്തിയാണ് കിച്ചു. അപ്പൊ കിച്ചു സപ്പോർട്ടാണെന്ന് പറയുന്നതിൽ പരം ഇവർക്ക് വേറെ ഒന്നുമില്ല. ആ രണ്ടാമത്തെ കുട്ടി സപ്പോർട്ട് അല്ലെങ്കിൽ പോലും ഇവന്റെ പേര് പറയുമ്പോൾ ഒരുപാട് പേർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇവളുടെ ലൈഫിൽ ഇവൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി പോകുന്നത് ശരിയാണ്, അതുകൊണ്ടാണല്ലോ കിച്ചു ഒന്നും പറയാത്തത് എന്നുള്ളൊരു ബലം ഇവൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വെറും തുടക്കം മാത്രം. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 99% ഞാൻ വിശ്വസിക്കുന്നു 6 മാസത്തിനകം എവളെ കിച്ചു പൊളിച്ചെടുക്കും. ഒരു സംശയവും വേണ്ട. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, അവന്റെ ഈ വീഡിയോ എയർ ചെയ്യുമ്പോൾ അവൻ നെഗറ്റീവിലേക്ക് പോകുമോ, മിക്കവാറും നെഗറ്റീവ് ആയിരിക്കുമെന്ന്. ഇവന് പോസിറ്റീവ് തന്നെയാണ്. ഇവന്റെ വീഡിയോസ് കണ്ട പലരും എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ഇവന്റെ പോസിറ്റീവ് തന്നെയാണ് പറയുന്നത്. കാര്യം ഈ കുട്ടിയെ കുറിച്ച് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായിട്ട് പറയാൻ നമുക്ക് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ ഇവൻ ഇതൊരു ധൈര്യമാണ്. മോനെ, നീ ഇത് വലിയൊരു ധൈര്യമായിട്ട്, മനോധൈര്യമായിട്ട് കണ്ട് ഇനി നിന്റെ അച്ഛനെ സമൂഹത്തിലേക്ക് നിന്റെ അമ്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ സ്ത്രീ, നിനക്ക് പരിചയമുള്ള ആ സ്ത്രീ വലിച്ചെറിയുമ്പോ നീ ഓരോ ചെയ്ത കാര്യങ്ങളായിട്ട് നീ വരണം. അതാണ് നിന്റെ അച്ഛന്റെ ആത്മാവിന് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതെങ്കിലും നീ ചെയ്യണം. നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനുമായിട്ട് ഭയങ്കര പഴക്കായിരുന്നു എന്നൊക്കെ. അപ്പൊ നിനക്ക് ഒരു അച്ഛൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും നിനക്ക് അതിന്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ നിനക്ക് തോന്നുന്നത്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം അതാണ്. ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവമേ ആ കൊച്ചിനെങ്കിലും പറഞ്ഞൂടെ എന്റെ അച്ഛനെ വച്ച് ഇതാക്കരുതെന്ന്. കാരണം ഇവൻ തന്നെ പറയുന്നുണ്ട്, ഇവന്റെ ഈ ലഹരിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേണു ഇവനെ കുറച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇവനത് ഒരു ഘട്ടം ഇവന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ്, രേണുവിന്റെ കുറെ കാര്യങ്ങൾ ഇവനും അറിയാം. അപ്പൊ അത് ഇവൻ വിളിച്ച് പറയാതിരിക്കാൻ രേണു ഇവനെ പറഞ്ഞിട്ട്, ഇവൻ തന്നെ പറഞ്ഞ് ഈ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നെ പലരും പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി ലഹരിയിൽ പെട്ടു പോയ സാഹചര്യം വരെ നീ തുറന്നു പറഞ്ഞതുകൊണ്ട് ഇനി ആരും നിനക്ക് എതിരെ ആ ഒരു കാര്യവും പറഞ്ഞ് വരത്തില്ല. നീ ധൈര്യമായിട്ട് നീ ഇരുന്നോ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനി അടുത്ത കാര്യം, എന്റെ പൊന്നെ, അതിൽ പറഞ്ഞു കേട്ടോ നിങ്ങള്, ആ സുധിച്ചേട്ടൻ എല്ലാവർക്കും ചെലവിന് കൊടുത്ത ഒരു മനുഷ്യനാണ്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണത് നമുക്ക് മനസ്സിലാവും, കൊച്ചുങ്ങൾക്ക് ചെലവിന് കൊടുക്കേണ്ടതാണ്, അത് കടമയാണ്. കൂടിപ്പോയ ഭാര്യയുടെ അച്ഛനും അമ്മയും വയസ്സായി, അവര് കുട്ടിയെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും. ഈ ചേച്ചിക്കും ഭർത്താവിനും കൊച്ചുങ്ങൾക്കും എന്തിനിടെ ചെലവിന് കൊടുക്കുന്നത്? നാളെ കൊണ്ടുപോകും അവർക്ക്.
ആ ചേച്ചിയുടെ ഭർത്താവിനെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടണമായിരുന്നു. അതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ആ മനുഷ്യൻ വലിയൊരു കടക്കാരനായത്, ആ ലൈഫ് പോയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ സിനിമാ നടനാണ്, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പം ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോ കട്ട പുച്ഛമായിരിക്കും. ഒന്നാമത് ഈ രേണുവിന്റെ ഫാമിലിയാണ്, എന്തൊക്കെ വിളിച്ചു പറയുന്നില്ല, നാണക്കേട് മറയ്ക്കാനായിരിക്കും ആ പാവം ആ മനുഷ്യൻ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ വല്ലതും പറയുമെന്ന് കണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അയാളെ പൈസയും വാങ്ങിച്ച് കഴിച്ചിട്ട് അയാളെ സമൂഹത്തിൽ ഒരു പട്ടി വില പോലെ അവൾ ഇട്ട് കൊടുക്കുവാണ്. എടി, ഒന്നും അല്ലെങ്കിലും നിന്റെ ചേച്ചിയുടെ ഭർത്താവ് സഹിതം തിന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്റെ ഭർത്താവ് ഇത് സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുമ്പോ സുധിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോ പോലും അതിനെ എതിർക്കും. ഇവള് അതും കച്ചവടമാക്കുവാണ്. എന്റെ ഭർത്താവല്ലേ. ഇവള് ഒരു കാര്യത്തിന് പോലും എതിർക്കുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവര് ഒരു മനുഷ്യത്വമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പറയത്തില്ലേ, എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവകാശമില്ല, എന്റെ ഭർത്താവിന്റെ പേര് നിങ്ങളെ എന്റെ ഭർത്താവിനെ അങ്ങനെ വെച്ച് പറയരുതെന്നെങ്കിലും ഇവള് പറയൂലേ. ഇവള് അതൊക്കെ ആസ്വദിക്കുവാണ്. കാര്യം എന്താണ്, എനിക്കിപ്പം ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്, സ്നേഹം കൊണ്ടോ എന്തോ സുധിച്ചേട്ടനോടുള്ള ആരാധന കൊണ്ടൊന്നുമില്ല കല്യാണം കഴിച്ചത്. ഒറ്റ കാര്യമുള്ളൂ, സെലിബ്രിറ്റി. ഈ സുധിച്ചേട്ടൻ വഴി എവക്ക് എങ്ങനെയൊക്കെയോ സെലിബ്രിറ്റി ആകാമെന്ന് ഒരു കുരുട്ട് ബുദ്ധിയിൽ ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണ്. പക്ഷെ കല്യാണം കഴിച്ചപ്പോ കാര്യങ്ങൾ കൊണ്ട് തിരിഞ്ഞു. അദ്ദേഹത്തിന് ഒരു വീട്ടമ്മ, കുട്ടികളെ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. എവക്കൊരു സാഹചര്യം കിട്ടി, ആ വേലിക്കെട്ട് പൊട്ടിച്ചെറിഞ്ഞ് വന്നു. കാരണം ഇത്രയും കാര്യത്തിന് പോകുന്ന ഒരു സ്ത്രീക്ക് അന്നും അവസരം കിട്ടി, അവള് പോവും. ആ വ്യക്തിയാണ് ഇവളെ പിടിച്ച് നിർത്തിയത്. അപ്പൊ ഇവക്ക് അത്രയും ദേഷ്യം ആ മനുഷ്യനോട് ഉണ്ടാവാം. അതാണ് ആ മനുഷ്യനെ വെച്ച് തന്നെ അവള് പൈസ ഉണ്ടാക്കുന്നത്. ആ സുധിച്ചേട്ടനെ പറ്റി മറ്റുള്ളവർ പറയുമ്പോ ഒരു തരത്തിലിരുന്ന് ആസ്വദിക്കുവാണ്, കേട്ടോട്ടെ എന്നും പറഞ്ഞ്. അല്ലാതെ സ്നേഹത്തിന്റെ പേരിലൊന്നും കല്യാണം കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ആർക്കെങ്കിലും തോന്നൂടെ ഇങ്ങനെ ഒരു വ്യക്തിയെ, മരിച്ചുപോയ ഒരു സ്വന്തം ഭർത്താവിനെ സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് തോന്നൂ? പിന്നെ പറഞ്ഞ ഒരു കള്ളത്തരമുണ്ട്. എന്താണെന്നറിയാമോ, കിച്ചു ആണ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതെന്ന്. ഈ ഒരു വീഡിയോയിൽ കിച്ചു സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു കല്യാണം കഴിക്കട്ടെ എന്ന്. അപ്പൊ കിച്ചു ചോദിച്ചു, അച്ഛന് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, കിച്ചു പറഞ്ഞു ഈ അമ്മയെ നമുക്ക് കൊണ്ടുവരാം എന്നും പറഞ്ഞതെന്ന്. അത് ഫസ്റ്റ് പുളു. അത് പറഞ്ഞ നട്ടാ കുരുക്കാത്ത പുളുവാണെന്ന് ഇപ്പൊ അത് തെളിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത് ആ രണ്ടാമത്തെ കുഞ്ഞിനെ ഈ കുട്ടി പറഞ്ഞിട്ടാണ് രണ്ടാമതൊരു കുഞ്ഞായതെന്ന്. അത് അതിന്റെ അപ്പുറം പുളു. കാരണം വീട്ടുകാര് പറഞ്ഞു കൊടുക്കും, ഇനി സുധിച്ചേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ച് കിട്ടുന്ന പൈസയും കാര്യങ്ങളും സ്നേഹവും എല്ലാം ആ കുട്ടിയിലേക്ക് പോവും, നിന്നെ മൈൻഡ് ചെയ്യൂല. അപ്പൊ നിനക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നിനക്കും കൂടെ കിട്ടും എന്നുള്ളത് വളരെ പ്ലാനിങ്ങോട് കൂടി ഉണ്ടായതാണ് രണ്ടാമത്തെ കുട്ടി. അല്ലാതെ കിച്ചു പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല ഉണ്ടായത്. അതും ഇനി വരവേ അറിയാം. വെറും നാടകമാണ് കാണിച്ചത്. ഈ രേണുവിനെ എന്താണെന്നറിയാമോ ഇത്രയും കുറ്റപ്പെടുത്തുന്നത്? രേണുവിനെ പോലെയുള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ ലൈഫിൽ പരിചയം കാണും. എനിക്കുണ്ട്, 1-2 ഫാമിലി ഉണ്ട്. ഇവരൊക്കെ കോമൺ ആയിട്ട് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ്. അതെന്തോ ഇവരൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു മറുപടിയാണ്, കുട്ടികളുടെ പേര് പറഞ്ഞ് കാശുണ്ടാക്കാൻ. ഈ ഡിവോഴ്സ് ഒന്നും ആയിരിക്കില്ല, ഭർത്താവും ഭാര്യയും തമ്മിൽ വീട്ടിൽ ഒരു കമ്മ്യൂണിക്കേഷനും കാണത്തില്ല. ഭർത്താവ് പൈസ ഉണ്ടാക്കാൻ ഭർത്താവിന്റെ വഴി പോകുന്നു, ഭാര്യ പോകുന്നു. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നിൽക്കുന്നത്. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിലേക്കാണ് കുട്ടികൾ പോകുന്നത്. എനിക്കറിയാന്നുള്ള, വളരെ അടുത്തറിയാന്നുള്ള ഒരു ഫാമിലി ഉണ്ട്. അവിടെ രാത്രി 7 മണി വരെ ആ കുട്ടികൾ സ്കൂള് വിട്ട് വരുന്ന യൂണിഫോം പോലും മാറാതിരിപ്പുണ്ട്. ഈ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ആ വീട്ടിലെ കാര്യം നോക്കുന്നത്. എന്നാൽ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ഡിവോഴ്സ് ആവാത്ത കാര്യം, അവരുടെ ലൈഫിൽ ഡിവോഴ്സ് ആവേണ്ട കാരണങ്ങളുണ്ട് കുട്ടിക്ക് വേണ്ടി. പക്ഷെ കുട്ടിക്ക് വേണ്ടി ഇവരാരും ജീവിക്കില്ല, ഇവരെല്ലാരും സ്വാർത്ഥരാണ്. അത് ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതുശല്യം പോലെ രേണുവിനെ കണ്ടപ്പോഴാണ് നമുക്കത് പറയാൻ ഉള്ള ഒരു സാഹചര്യം കിട്ടിയത്. കാര്യം കോമൺ ആയിട്ട് എല്ലാവരും കുട്ടികളെ പേര് പറഞ്ഞിട്ടാണ് സ്വാർത്ഥത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ലൈഫിൽ വളരെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോവും. കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ പൈസയ്ക്ക് ഓടില്ല, അവിടെ കുട്ടികളുടെ ഭാവി നോക്കും. ഇനി എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, മോനെ, നിന്റെ അവസ്ഥ ആ ഇളയ കുട്ടിക്ക് വരാതിരിക്കാൻ നീ
ആ കോട്ടയത്തുള്ള പഞ്ചായത്തിലുള്ളവരെയോ രാഷ്ട്രീയത്തിലുള്ളവരെയോ പള്ളിയിലുള്ളവരെയോ ആരെങ്കിലും ഒക്കെ കണ്ട് അവിടെയുള്ള എല്ലാത്തിനെയും അടിച്ചിറക്കി കളഞ്ഞിട്ട് നീ ആ വീട് ഡൊമിനേറ്റ് ചെയ്ത് നീ ആ ഇളയ കുട്ടിയെ നിന്റെ അനിയനെയും കൂടെ നീ നോക്കണം. കാരണം നാളെ നിന്റെ അവസ്ഥ നിന്റെ അനിയന് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരരുത്. ആ ഇളയ കുട്ടി കംഫർട്ടബിൾ ആയി ഞാൻ കാണുന്നത് ഇവനോടൊപ്പമുള്ള വീഡിയോസിലാണ്. അവൻ ഓടിക്കളിക്കുന്നു, അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ബാക്കി സമയം അത്രയും അവന്റെ കയ്യിൽ ഫോൺ കാണും, അവനെ കാണാറേ ഇല്ല. അപ്പൊ നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആ അനിയനോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. എന്തിനാണ് ഒരു അവകാശം പോലും ഇല്ലാത്തവരെ അവിടെ ഇട്ടിരിക്കുന്നത്? പിന്നെ ഈ കുട്ടിക്ക് അവിടെ ഒരു ഡൊമിനേറ്റിംഗ് പവർ ഒന്നും കാണത്തില്ല. ഇപ്പൊ രേണു പറയുന്നുണ്ട് രേണുവിന്റെ ഇളയ കുട്ടിയെ നോക്കാനാണ് അച്ഛനും അമ്മയെന്നൊക്കെ. എന്താ കിച്ചു നോക്കിക്കൂടെ? കിച്ചു ഇപ്പൊ ഏകദേശം പഠിത്തം കഴിയുമ്പോ കോട്ടയത്ത് നിന്ന് നോക്കണം. അവിടെ കോട്ടയത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ കുട്ടിക്ക് ജോലി കിട്ടുന്നെങ്കിൽ ഇതല്ലേ എളുപ്പം. അവന്റെ പേരിലാണ് ഈ വീട്. അതും കൂടെ ചെയ്ത പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഈ പൊതുശല്യത്തിന്റെ കാരണം പകുതി മാറിക്കിട്ടും. ഇത്തിരി ഒരു സമൂഹ മാധ്യമത്തിൽ വന്ന് കള്ളത്തരം കാണിക്കുന്ന വേറെ ഒരു വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. ഈ സ്ത്രീയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കള്ളങ്ങളിൽ നിന്ന് കള്ളങ്ങളിലേക്ക്, വൃത്തികേടുകളിൽ നിന്ന് വൃത്തികേടുകളിലേക്ക് പോകുന്ന ഒരു സ്ത്രീ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ വെച്ച് തരാം. അത് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും, കണ്ടു നോക്കാം. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നേരത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സിലെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും? എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ്. ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ എന്ത് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും. ആർക്കാടെ തോന്നുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ? നമ്മളെ വീട്ടില് നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കും. തളരരുത് എന്നൊക്കെ പറഞ്ഞു. വലിയ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പോട്ടെ, യാത്ര ചെയ്ത് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിൽ കയറി എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് പോകും. 5 സ്റ്റാർ ഹോട്ടലിൽ കയറി, അതും ആ കുട്ടി തന്നെ പറയുന്നുണ്ട് അടിച്ചുപൊളി മൂടാണ്, ഒരു ട്രിപ്പ് പോലെയാണ് പോയത്. കാരണം ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ആ പൈസ മാത്രം മതി. പിന്നെ ഇവൻ അതിൽ പള്ളിക്കാര്, ശരി പള്ളിക്കാരൻ നമുക്ക് മനസ്സിലാക്കാം, കാരണം ഇവരുമായിട്ട് അധികം ബന്ധം കാണത്തില്ല. അളിയൻ ഉദ്ദേശിച്ചത് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ ആണെങ്കിൽ പരമ കഷ്ടം, പുച്ഛ, അതിലപ്പുറം വേറെ പറയാനില്ല. അവൻ തന്നെ പറയുന്നുണ്ട് അവന് തുപ്പല് പോലും ഇറക്കാൻ പറ്റുന്നില്ല. കാര്യം അവന്റെ അച്ഛനാണ്, അവനിനി ഈ ലോകത്ത് ആരുമില്ല. അവൻ ഇത് പ്രാങ്ക് ആയിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചത്. എന്നിട്ടും അവൻ പറയുന്നുണ്ട് അതിനകത്ത് ഈ വാർത്ത ന്യൂസ് കാണുന്നുണ്ട്. അപ്പോഴേ മനസ്സിലായി. എങ്കിലും ആ കുട്ടി പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. ബാക്കി എല്ലാരും വയറ് നിറച്ച് ഫുഡ്. കാരണം എന്താണ്, പിടിച്ച് നിക്കണ്ടേ, ആരോഗ്യമൊക്കെ വേണ്ടേ? അവിടെ ചെന്ന് ഇനി ഫുഡ് കഴിക്കാൻ പറ്റുമോ, ചായ കുടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാണോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന്, അതും അവൻ പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് പോണു. അതും കുറേ നാള് വയ്യാതെ കിടന്ന് മരിച്ച ഒരാളൊന്നുമല്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. അത് മരിച്ചോ ഇല്ലയോ ആകെ കൊണ്ടൊരു കൺഫ്യൂഷൻ. ആ കുട്ടിയെ കൊണ്ട് പോകുന്ന വ്യക്തികളാണ്. എങ്ങനെയാടേ തോന്നുന്നത്? എന്നിട്ട് തിരിച്ചു വന്നപ്പോ അവന്റെ ഫോണൊക്കെ പിടിച്ചു വെക്കുന്നത് കൊല്ലത്ത് കൊണ്ട് പോവാതിരിക്കാൻ അന്ന് ആ ന്യൂസ് കണ്ടപ്പോഴേ തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലത്ത് പോകുമ്പോ ഒന്ന് ആൾക്കാരെല്ലാരും കൊല്ലത്തെങ്ങാനും കൊണ്ടുപോയി അവിടെയെങ്ങാനും ആണ് ഇദ്ദേഹത്തെ അടക്കുന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പോയി കാണുന്നത് കൊല്ലത്താണ്. അപ്പൊ എന്താണ്, ആൾക്കാർ കുറച്ച് സഹായിക്കും സാമ്പത്തികമായിട്ട്. ആ പൈസ കിച്ചുവിന്റെ കയ്യിലും കിട്ടും, ആ വ്യക്തിയുടെ അമ്മയുടെ കയ്യിലും കിട്ടും. ഈ രേണുവിന്റെ ആൾക്കാരുടെ കയ്യിൽ കിട്ടത്തില്ല. പിന്നെ ഇവർക്കൊക്കെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തത് കൊണ്ട് അന്ന് തന്നെ ഈ മരിക്കുമ്പോ തന്നെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ കാണും, ഇൻഷുറൻസ് ഒക്കെ പോവും, അത് എന്തൊക്കെയോ പള്ളിയിലൊക്കെ അടക്കിയ ഇവർക്ക് തന്നെ അത് വരും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവർ അതൊക്കെ പ്ലാൻ ചെയ്തതാണ്. അന്ന് ഈ കുട്ടി കുറച്ച് സംസാരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോ കൊല്ലത്തൊക്കെ അടക്കി അദ്ദേഹത്തിന്റെ മതപരമായ രീതിയിലൊക്കെ പോവായിരുന്നു. പക്ഷെ ഇവൻ അവിടെ സ്റ്റക്കായിപ്പോയി. ഇവൻ അവിടെ വോയിസ് ഇല്ല, അതാണ് ആയിപ്പോയത്. ശരിക്കും പറഞ്ഞ എങ്ങനെ തോന്നുന്ന വെള്ളവും വാങ്ങിച്ചു കുടിച്ച് ഫുഡും അടിച്ചിട്ട് പോവാൻ ഒരു മരണത്തിന്?
പിന്നെ ഇവൻ എന്തൊക്കെയോ ഫ്ലവേഴ്സ് ടിവിയിലുള്ള ഡയറക്ടറിന്റെ അടുത്തൊക്കെ പറഞ്ഞാണ്, ആ സ്റ്റാർ മാജിക്കിലുള്ള അനൂപ് എന്ന് പറയുന്ന ആ അദ്ദേഹത്തോടൊക്കെ പറഞ്ഞാണ് കൊല്ലത്ത് കൊണ്ടുപോയി കാണിച്ചത്. എന്നിട്ട് അതിനെക്കാട്ടിയും ചെയ്ത ചെറ്റത്തരം, രേണുവിന്റെ അച്ഛൻ കാണിച്ച പരമ ചെറ്റത്തരം എന്ന് പറയുന്നത് ആ ബില്ല് കൊണ്ടുവന്ന് ഇവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇവൻ എന്തോ ജോലി ചെയ്യുന്നുണ്ടാ, അല്ലെങ്കിൽ ഇവനൊരു വരുമാനം ഉണ്ടോ ഇവന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ? ഇവൻ +1 +2 പഠിക്കുന്ന സമയത്താണ്. ആരെങ്കിലും കൊണ്ടുവന്ന് സ്വന്തം കുട്ടിയുടെ കയ്യിൽ, എന്താ നിങ്ങൾ രേണുവിന്റെ കയ്യിൽ കൊടുക്കാത്തെ? അല്ലെങ്കിൽ രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കയ്യിലല്ലേ കൊടുക്കേണ്ടത്? അവരെ ഇയാളെ വെച്ചിട്ടാണ് ആഹാരം തിന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും മുതിർന്ന ആൾക്കാരെ കയ്യിലല്ലേ ആ ബില്ല് കൊണ്ട് കൊടുക്കുള്ളൂ. ആ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടുകാരന്മാരെ കയ്യിലോ അല്ലെങ്കിൽ ഈ എത്രയോ ഫ്രണ്ട്സ് കാണാൻ വന്ന അവരുടെ അടുത്തൊക്കെ അല്ലേ സംസാരിക്കണത്. ഇവന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തെന്ന് പറയുമ്പോൾ ഇവൻ അധികം സംസാരിക്കത്തില്ല. ഇവൻ ആ ബില്ലും കൊണ്ട് ആരെങ്കിലും കയ്യിൽ കൊടുത്ത് അതേ പൈസ ഇവർക്ക് കിട്ടും. അവിടെ മുതലാണ് രേണുവിന്റെ ഫാമിലി ആ സുധി എന്ന് പറയുന്ന വ്യക്തിയെ വിറ്റ് തിന്നാൻ തുടങ്ങിയത്. കാര്യം ആ ബില്ലില് 1.5 ലക്ഷം രൂപ പോട്ടെ, ഇവൻ പറഞ്ഞു ഏകദേശം 85,000 എത്രയാണ്, 90,000, 95,000, 1 ലക്ഷം. ഇവര് എത്ര പൈസ വെട്ടിച്ചെടുക്കാൻ നോക്കി. അതിൽ നിന്ന് കിട്ടുന്നത് കിട്ടട്ടെ എന്നും പറഞ്ഞു. പക്ഷെ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ അറിയാന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ കുട്ടി അത് കൊണ്ടുവന്ന് ആ ആളിനെ ഏൽപ്പിച്ചതും അവനെ പറഞ്ഞു വിട്ടത്. അവൻ പോയി കണ്ടതുകൊണ്ട് കുറച്ച് പൈസ കുറച്ചു കൊടുത്തു. അല്ലെങ്കിലും ഇത്രയൊന്നും ആവത്തില്ല. ഇത് പരമ കള്ളത്തരമാണ് ചെയ്യാൻ തുടങ്ങിയത്. ഇവരാണോ ഇദ്ദേഹത്തിന്റെ പേര് വലിച്ചഴിച്ച് ഇടാത്തത്? കൊള്ളാം, ഇവർക്ക് കിട്ടുന്നത് എല്ലാം പ്രിവിലേജ് ആണ്. ഞാൻ പറയുന്നത് ആ കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്ന ആ ഇളയ കുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അതിന്റെ വരായികകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ 1-2 പേര് ഞാൻ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്തിനാ കുട്ടിയെ വലിച്ചഴിച്ചത്? രേണുവിനെ പറ്റി പറഞ്ഞ് ഹൈപ്പ് നേടണമായിരുന്നെങ്കിൽ രേണുവിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, ആ കുട്ടിയെ വെച്ച് പറയണമായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടിയെ തന്നെ ഉദാഹരണം പറയണം. കാര്യം ഇനി ആ കുട്ടിയെ ആൾക്കാർ ശ്രദ്ധിക്കും എന്ന് കാണുമ്പോൾ ഇവള് കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങും. അറ്റ്ലീസ്റ്റ് ആ ഫോണെങ്കിലും മാറ്റും. അല്ലെങ്കിൽ ഇപ്പൊ കിച്ചുവിന് അച്ഛൻ ജീവിച്ചിരുന്നപ്പോ കിച്ചുവിന്റെ സേഫ് സോൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അമ്മ ജീവിച്ചിരിക്കുമ്പോ ഇളയ കുട്ടിയുടെ സേഫ് സോൺ, കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത് ഫോണാണ്. ഫോണിന് അഡിഷൻ തന്നെയാണ് ആ കുട്ടി. കാരണം എപ്പോഴും രേണുവിന്റെ ഇന്റർവ്യൂ കണ്ടാലും ആ വീട്ടിലുള്ള രേണുവിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ കണ്ടാലും ആ കുട്ടിയുടെ കയ്യിൽ ഞാൻ ഫോൺ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഫോണിന് അഡിക്ഷൻ അല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിലിരുന്ന് ആരും ഫോൺ കാണത്തില്ല, കാഴ്ചകൾ കാണും. പുറത്തുള്ള ഫോൺ കാണൂല. അവൻ ആ സ്പോട്ടിൽ പോലും ഫോൺ ഇങ്ങനെ ആ സ്ക്രീനാണ് കയ്യിലുള്ളതെങ്കിൽ അവൻ അതിന് അഡിഷനാണ്. അപ്പം ഇതിൽ കിച്ചു തന്നെ പറഞ്ഞു, ഒരു റൂമിൽ അവ അടച്ചിരുന്നു. അവന് ആഹാരം കൊടുക്കാൻ വേണ്ടി മാത്രം അവന്റെ അച്ഛൻ വരെ. അവൻ കമ്പ്യൂട്ടറിൽ മാത്രമായിപ്പോയി, ഗെയിമിങ്ങിന് മാത്രമായിപ്പോയി. അവൻ എവിടെയൊക്കെയോ ഒരു തിരിച്ചറിവ് തോന്നി. അവൻ ആ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് വിറ്റ് അവൻ പുറത്തോട്ട് ഇറങ്ങി വന്നു. എന്നിട്ടാണ് അവന് ആ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ലഹരിയിലേക്ക് പോകേണ്ടി വന്നത്. ഈ കുട്ടിയുടെയും ഏക ആശ്രയം മൊബൈലാണ്. കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. അച്ഛൻ ജീവിച്ചിരിപ്പില്ല, പോട്ടെ, അച്ഛൻ അടുത്തില്ല, അമ്മ ഇതുപോലെ തിരക്കാണ്. എത്രയാണ് അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞ ആ കുട്ടി കേൾക്കുന്നത്? അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എത്രത്തോളം ആ കുട്ടിയെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും? ഇല്ല. അവൻ കരയുമായിരിക്കും, അല്ലെങ്കിൽ അവൻ കുറച്ച് വാശി കാണിക്കും, അപ്പോഴേ എടുത്ത് ഫോൺ കയ്യിൽ കൊടുക്കും. അവന്റെ ആശ്രയ ഫോണാണ്. കിച്ചു മോനെ, നീ ഒരു കാര്യം ചെയ്യുക, ആ കുട്ടിയെ നിന്റെ കെയർ ഓഫിൽ നിർത്താൻ. ഞാൻ അതാ വീണ്ടും 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 പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നീ ഇതിൽ നിന്നൊക്കെ മാറി വന്ന ഒരാളാണ്. അപ്പൊ നിനക്ക് ഈ കമ്പ്യൂട്ടറിന്റെ അഡിഷൻ പറ്റിയൊക്കെ നിനക്ക് അറിയാം. അപ്പൊ നിന്റെ അനിയൻ അതിലേക്ക് പോയി നാളെ നിന്നെ പോലെ വന്നിരുന്ന് അവന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അവനും ഇത്തരത്തില് ഒരു ഈ ഒരു കമ്പ്യൂട്ടറിലും ടാബിലും ഫോണിലൊക്കെ അടിമപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നിന്റെ കെയർ ഓഫ് തന്നെ അവിടെ വേണം. വേറെ ആർക്കും ആ കുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആ ഡോക്ടർ വന്ന് പറഞ്ഞത് നന്നായി. കാര്യം ഇതിന്റെ നാണക്കേടില്ലെങ്കിലും രേണുസുതി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇനി ഇത്തിരി ഫോണെങ്കിലും കൊടുക്കാതിരിക്കും ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിലെങ്കിലും. രേണു ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അമ്മയല്ല, അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ ഒരു ഒരു നാടകീയത ഞാൻ കണ്ടത്, ഗൾഫിൽ നിന്നോ എവിടെ നിന്നോ പോയിട്ട് വന്നപ്പോ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ഋതപ്പാന്ന് വിളിക്കുന്നു. അത് കാണുമ്പോഴേ അറിയാം അഭിനയമാണെന്ന്. ഞാൻ ആ വീഡിയോ ഒക്കെ നോക്കി ചിലപ്പോൾ ഇപ്പൊ കാണൂല, അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ കാണിക്കാത്തത്. പെട്ടെന്ന് ഒരു ഇങ്ങനെ മനസ്സിലെന്തോ തോന്നി, ഞാൻ അങ്ങനെ അഭിനയിക്കണമല്ലോ എന്ന്. പെട്ടെന്ന് എന്റെ ഋതപ്പാ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരു ബന്ധവും ഇല്ല. അതിന് മുന്നേ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റോ ആ ഒരു അറ്റാച്ച്മെന്റോ ഒന്നും വരുന്നില്ല. അത് കാണുമ്പോഴേ അറിയാം അതൊരു അഭിനയമാണെന്ന്.
കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ട സമയത്ത് രക്ഷിതാക്കൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം അവനൊരു അമ്മയുടെ സ്നേഹം എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അമ്മ കുട്ടികളെ നിയന്ത്രിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അച്ഛൻ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അവന് അന്നത്തെ സമയത്ത് അച്ഛന്റെ നിയന്ത്രണം അവന് കിട്ടുന്നില്ല. കാരണം എന്താണ്, അച്ഛനും ഈ ബന്ധങ്ങളിലാവുമ്പോ അച്ഛൻ അതിനെ ടേക്ക് കെയർ ചെയ്യണം. അച്ഛന്റെ രണ്ടാമത്തെയൊക്കെ ലൈഫാണ്. അപ്പൊ അച്ഛനും ഒരു പേടി കാണും, ഈ ലൈഫ് പോവോ. അപ്പൊ അച്ഛൻ ലൈഫിനെ പിടിച്ചു നിർത്താൻ നോക്കും. എന്നാൽ അവൻ ഈ സൈഡിൽ നിന്ന് ഒരു അമ്മയുടെ ഒരു കൺട്രോളും കിട്ടുന്നില്ല. ഇവൻ ആരും ടേക്ക് കെയർ ചെയ്യുന്നില്ല. ഇപ്പം ആ ഇളയ കുട്ടിയുടെ അവസ്ഥ ഇതാണ്. ഒരാളുണ്ടായിട്ടും അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇതിനൊക്കെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവളെ കൂടെയുള്ള വലങ്കയായിട്ടുള്ള ഒരു മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കത്തേയില്ല. കിച്ചു പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കത്തേയില്ല. ഇവൾ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചൊരു പൊട്ട ഉത്തരവും കൊണ്ടുവന്നാൽ ഇവള് വന്നിറങ്ങുമ്പോ അവര് ചോദിക്കും, കിച്ചു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നത് എന്താണ് അഭിപ്രായം? ഉടനെ അവള് പറയുന്നത് അവന്റെ അഭിപ്രായമല്ലേ, അവന്റെ വിഷമങ്ങളല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് അവള് പുതിയൊരു നാടകം കളിച്ച് അവള് പോകും. പൂച്ച 4 കാലിൽ വീഴും കണക്കാണ് ചെയ്യുന്നത്. ഇനി ദയവ് ചെയ്ത് എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ളത്, നീ ഈ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ കുട്ടിയെ നീ വിടുക. കാരണം ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ടാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, റബ്ബർ വെട്ടാനൊക്കെ പോയിട്ടുണ്ട്. ഇവൻ ചെയ്യുന്ന ജോലിയൊക്കെ കണ്ട് വീഡിയോ കോളിൽ അവന്റെ വല്യമ്മ കണ്ട് വിളിച്ചാണ് അവൻ തിരിച്ചു കൊല്ലത്തേക്ക് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ, നീ അതിന് പൈസ കൊടുക്കണ്ട. എനിക്ക് നീ കിച്ചുവിനോട് പറയാനുള്ളത്, മോനെ 100 രൂപയാണെങ്കിൽ പോലും നീ ആ സ്ത്രീയുടെ നിന്ന് വാങ്ങാതിരിക്കുക. അതാണ് നീ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നീ ആ 100 രൂപ വാങ്ങുമ്പം ആ 100 രൂപയ്ക്ക് അവള് നിന്നെ ഇട്ട് വലയ്ക്കും, നിന്നെ അവള് കുടുക്കും. അതിന് നീ ആ പൈസയും കൂടെ വാങ്ങാതിരുന്ന ഇനി നിന്റെ അച്ഛനെ സമൂഹത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ നിനക്ക് ഇനി അടുത്ത ഘട്ടവും കൂടെ നീ പറയണം. നീ തീർച്ചയായിട്ടും നിന്റെ അച്ഛനെ എവിടേക്കാണോ ആ സ്ത്രീ വലിച്ചഴയ്ക്കുന്നു നിനക്ക് തോന്നിയ നീ ധൈര്യമായിട്ട് വന്നിരുന്ന് പറയണം. കാര്യം ഒരുപാട് ആൾക്കാർ നിനക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നീ പേടിക്കേ വേണ്ട, നീ ഇനി പേടിച്ച് നിൽക്കണ്ട. കാര്യം കൂടിപ്പോയാൽ നിന്റെ ലഹരി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നീ മദ്യപിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കും. അതെല്ലാരും നീയായിട്ട് തന്നെ വിളിച്ചറിയിച്ചതുകൊണ്ട് ഇനി ആരും അതിന് വലിയ കാര്യങ്ങളായിട്ട് നിന്നെ കണക്കാക്കത്തില്ല. നിന്റെ അച്ഛനെ വലിച്ചിടുന്ന സമയത്ത് നീ വന്ന് പറയുക. കാരണം നിന്റെ അച്ഛന്റെ ആത്മാവ് കുറച്ചെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുന്നത് നീ അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ്. നീ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ അവകാശമുള്ളൂ. വേറെ ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവൾ ഇപ്പൊ കൊല്ലത്ത് വന്നിട്ട് ആ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് പോയില്ല? ഇവളെ ആരും അടുപ്പിക്കത്തില്ല. ഇപ്പൊ എന്തുകൊണ്ടാണെന്നറിയാമോ ഇവൻ വന്ന് പറഞ്ഞത്? ഇവൻ തന്നെ പറയുന്നുണ്ട്, ഇവന്റെ കൂട്ടുകാരന്റെ അമ്മയുടെയൊക്കെ മുഖത്ത് ഇവന് നോക്കാൻ വയ്യ. അവർ ഇവന്റെ കാര്യം മാത്രമായിരിക്കും ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കൂലേ, മോന്റെ അമ്മ എന്താണ് ഈ കാണിക്കുന്നത്, എന്ത് നാണക്കേടാണ്, ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയ നാണക്കേട്. ഇവന് മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് റിയാക്ഷൻ വീഡിയോക്കാർ പറയുന്നത്, കുട്ടികൾ നാണം കെടും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം മതി. അവൻ ആലോചിക്കുമ്പോൾ അവനൊരു ലൈഫില്ല, അവനൊരു അച്ഛനില്ല, അവന് സംസാരിക്കാൻ ആരുമില്ല, അവന്റെ ലൈഫേ ഇങ്ങനെ. ഇത് നാണം കെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം മതി അവനും ആ ജീവിതം അവസാനിപ്പിക്കാൻ. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും അവസാനിപ്പിക്കരുത്. നിന്റെ അച്ഛനെ പറയുന്തോറും നീ വന്നിരുന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ അവൾ അടങ്ങുള്ളൂ. എന്ത് നാണക്കേടാണ്. ഈ സബ്സ്ക്രിപ്ഷനും കൂടെ തുടങ്ങി. ഇനി കൊല്ലത്തെ വീട്ടിൽ എവളെ കയറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കയറ്റുമോന്ന്. അവക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ സമയമുണ്ട്. അവക്ക് പുറത്തു പോയി ഇനാഗുറേറ്റ് ചെയ്തിട്ട് വെറുതെ അവിടെ നിൽക്കുക. ഇങ്ങനെ ഇനാഗുറേറ്റ് ചെയ്യുന്ന ഹോട്ടലില് ഇത്ര നാളെ ഇവള് ഭക്ഷണം കഴിക്കണമെന്ന് വല്ല നിയമം ഉണ്ടാ? ഗൾഫിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് തന്നെ പറയുന്നുണ്ട് പുറത്തിറങ്ങാറില്ല, അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോഴും യുദ്ധത്തിന്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ചില സമയത്തൊക്കെ ഞങ്ങള് കുറച്ച് റെസ്ട്രിക്ഷനിലാണ്. ആരെങ്കിലും നിൽക്കോ? ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ വീടെത്തണമെന്നല്ലേ നോക്കുള്ളൂ. ഇവള് മാത്രമേ എന്തിനാ? ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ടെന്ന്. അതിനെ കുറിച്ചൊന്നും ഞാൻ കടക്കുന്നേ ഇല്ല. അതിന്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ നോക്കിക്കോ, വരും ദിവസങ്ങളിൽ വന്നോളൂ. എന്തിനാണെന്ന് ഞാൻ നോക്കുമ്പോ ആ ബാറിൽ പോയിരുന്ന് 3 നേരം ഫുഡ് അടിക്കുന്നത് മാത്രം കാണാം. എന്നിട്ട് ആരും കാണാത്ത ഇത് എന്താണ്, കമന്റ് ബോക്സിൽ നിന്ന് ആരും കാണാത്തതും എടുത്തോണ്ട് വന്ന് വെറുതെ ക്യൂട്ട്നെസ് വാരി വിതറി അതിന് കുറച്ച് മറുപടിയും പറയണത് കാണാം. ഒരു ക്യൂട്ട്നെസ്സും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവർക്ക് വെല്ലുവിളിക്കുക, അവർക്ക് മോന്തക്കുറ്റി അടിച്ചു പൊട്ടിക്കാന്ന് പറയാം, ഒരു കുഴപ്പമില്ല. തിരിച്ച് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ പോയി പറയടി, നീ നിന്റെ ഭാര്യയുടെ അടുത്ത് പറയടി എന്നും പറഞ്ഞ് വന്നിരിക്കും. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത്, രേണുവിനെ റിയാക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ആ കുട്ടികളുടെ കാര്യത്തിലെങ്കിലും. പലരും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ രേണു കേൾക്കും, ഞാൻ പറഞ്ഞ രേണു അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. അങ്ങനെയുള്ളവരൊക്കെ ദയവ് ചെയ്ത് ആ ഇളയ കുട്ടിയുടെ ഭാവിയെ കുറിച്ചും കൂടി അവളെ പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.